ഹായ് നമസ്കാരം, എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് നീർവാണയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാമേ. ഞാനിതിവിടെ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ചെമ്പല്ലിയാണ്. കരിമീനാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഏത് മീൻ ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം. നല്ല അടിപൊളി ഒരു ഡിഷാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് മീനയിലോട്ട് അരച്ച് പരട്ടാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിലെ മുളക് പൊടി, 1/4 സ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നീരാണ് ഇതിനകത്തോട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപ്പ് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ട് ഞാനൊരു അരമുറി നാരങ്ങയുടെ നീരോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മിക്സ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തപ്പോഴും ഈ മിക്സ് ഇച്ചിരി കട്ടിയായിട്ടായിരുന്നത്. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്പല്ലി ഇട്ട് കൊടുത്തിട്ട് ഈ മസാല എല്ലാത്തിലൊന്ന് പരട്ടിയെടുക്കണം. അതിനുശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഞാൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ എടുക്കുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ, അതുകൊണ്ടാണ്. അതിനുശേഷം ഞാനൊരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഇതിന് യൂസ് ചെയ്യാൻ ശ്രമിക്കണേ, എങ്കിലേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരിഞ്ജീരകം ആ എണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായിട്ട് വരുമ്പോൾ തന്നെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. ഞാനത് ഇട്ട് കൊടുക്കാനായിട്ട് മറന്നുപോയി. ഞാൻ ഇടയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്, ഇപ്പോഴാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ പെരിഞ്ജീരകം എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിച്ച് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരട്ടെ, അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമേ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ കളറൊക്കെ ഏകദേശമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നീളത്തിൽ അരിഞ്ഞതാണ്, ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്തോട്ട് സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ പെട്ടെന്ന് സവാള വെന്ത് വഴന്ന് വരുവേ. ഞാനൊന്ന് അടച്ചോട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നമ്മുടെ സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി, ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം ഉപയോഗിക്കാൻ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. അതോടെ വഴന്ന് വെന്ത് വരാൻ വേണ്ടി അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളോടൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ അളവിൽ ഗരം മസാല, 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചതോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 2ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1ാം പാൽ നമ്മൾ ആദ്യം പിഴിഞ്ഞ് മാറ്റി വെക്കണം. അതിനുശേഷം 2ാം പാൽ നമുക്കിതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും. അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. തണുത്ത് വന്നതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് തണുത്ത് വരാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാന് ഗ്യാസ് വെച്ച് കൊടുക്കാം.
അതിനകത്തോട്ട് ഒരു വാഴയില ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വരട്ടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളതാണ്. ഈ വാഴയില ഈ പാനിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, ഒരു 3 മീനാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആ മീൻ 3 ഞാൻ ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കരിമീൻ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന മസാല ഉണ്ടല്ലോ അതിൻ്റെ മണ്ടയിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കണേ. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 തേങ്ങയുടെ 1 പാലുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. ഒരു പ്രാവശ്യം തയ്യാറാക്കിയാൽ പിന്നെ മീൻ മേടിക്കുമ്പോഴെല്ലാം നമുക്കിങ്ങനെ തയ്യാറാക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലെല്ലാം ഞാൻ അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വാഴയില ഉണ്ടല്ലോ ഒന്ന് എല്ലായിടത്തും നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഈ മീൻ മൊത്തം ഒന്ന് ഇതുപോലൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ലോയിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാനായിട്ട് അനുവദിക്കല്ലേ, എന്നാലും നന്നായിട്ടൊന്ന് തിള വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ കണ്ടോ നല്ല ആവിയൊക്കെ വന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങാപ്പാലും ആ മിക്സ് എല്ലാം നന്നായിട്ട് ആ ഫിഷ് പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മണവും വരുന്നുണ്ട് കേട്ടോ. വാഴയിലയുടെയും മീനിൻ്റെയും തേങ്ങാപ്പാലിൻ്റെ കണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി ഒരു പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്യാം. നമ്മുടെ ഫിഷ് നീർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ല കേട്ടോ. ഇതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.